ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ടൈറ്റൻ ദി റൈറ്റ് വേ അല്ലെ, നമുക്ക് റൈറ്റ് വേയിൽ മാത്രമേ കാര്യങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. റൈറ്റ് വേയിൽ മാത്രമേ നമ്മൾ ഡി എച്ച് ഐ സിയിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾ റൈറ്റ് വേയിൽ മാത്രമേ പി എസ് സിയിൽ നോക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ദ റൈറ്റ് വേയുടെ ഒരു ഭാഗമായിട്ട് DHIC നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച് കാണാതെ പഠിച്ച് കേട്ട് നമ്മൾ വൈറ്റമിൻസ് അറിയാലോ, വൈറ്റമിൻസിന്റെ കോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ദ ടൈറ്റൻ ദി റൈറ്റ് വേ വെച്ചിട്ട് നമ്മൾ റൈറ്റ് വേയിൽ വൈറ്റമിൻസിന്റെ കോഡുകൾ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ നോക്കാൻ പറ്റുക? വൈറ്റമിൻസ് ബി, വൈറ്റമിൻ ആ ബി സെക്ഷൻ, വൈറ്റമിൻ ആ ബി കോംപ്ലക്സുകളുടെ മുഴുവൻ പേരുകൾ നമുക്കൊരു ചെറിയ ട്രിക്കി കോഡിൽ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബി ഗ്രൂപ്പ് വൈറ്റമിൻസ് കുറച്ചുണ്ട്. B1, B2, B3, B4 അല്ലേ, കുറെ ഉണ്ട്. B4 ഉണ്ടോ? ഇല്ല. B5, B6 അങ്ങനെ കുറെ ഉണ്ട്. ഓരോന്നിനും കോഡ് പറയാം. എല്ലാത്തിന്റെയും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ജസ്റ്റ് ഒരു പോയിന്റ് പറയാം, ക്ലാസ് തീറും. B1 എങ്ങനെ ഓർക്കും? ആ ഒരു കുട്ടി നിൽക്കുന്നുണ്ടോ? എന്തോ തരാമോ എന്ന് ചോദിച്ചു നിൽക്കാം. B1 അല്ലേ? 1ാം ക്ലാസ്സിലെ കൊച്ചിനെ ഓർത്തോ? 1ാം ക്ലാസ്സിലെ കുട്ടിയോട് നമ്മൾ ചെന്ന് ചോദിക്കാം, മുട്ടായി വേണോ? എന്ത് പറയും? വേണം. താ 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 എന്ന് പറയില്ലേ? നമ്മൾ പിന്നെ ചെന്ന് ചോദിക്കാം, മുട്ടായിക്ക് വരാം ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, ഐസ്ക്രീം ചോദിച്ചിട്ട് വേണോ? അവരെന്ത് പറയും? താ 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 താ. അത്രേ ഉള്ളൂ. B1 1ാം ക്ലാസ്സിലെ കുട്ടിയോട് എന്ത് ചോദിച്ചാലും എന്ത് പറയും? താ 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 തയാമിൻ തയാമിൻ ട്ടോ. എന്ത് പറയും? താ താ. എന്ത് ചോദിച്ചാലും താ താ താന്നേ പറയുള്ളൂ. ആ കുട്ടി താ താ താന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടോ? എന്തിനാ? തയാമിൻ തരാമോ താ 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 തയാമിൻ. B1 തയാമിൻ, B1 തയാമിൻ അങ്ങനെ പഠിക്കണം. അല്ലാണ്ട് B1 തയാമിൻ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞ് മറന്നു. പക്ഷെ ഇങ്ങനെ ഓർക്കണം, B1 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്ത് ചോദിച്ചാലും നമ്മൾ വേണമെന്ന് ചോദിച്ചാൽ താ താ താന്നേ പറയുള്ളൂ. അതാണ് തയാമിൻ. താ 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 തയാമിൻ, B1 തയാമിൻ. B2 നോക്കി. B2 എങ്ങനെയാ? B2 ടൂവിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? 2 അല്ലേ? 2. ഈ 2 നമ്മൾ ഇംഗ്ലീഷ് ആക്കിയാൽ RAND. ഇതിൽ R ഉണ്ട്. R വെച്ച് റൈബോഫ്ലാവിൻ. അത് ഓർക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യണം. B2 അല്ലേ? 2 നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മംഗ്ലീഷ് എഴുതിക്കേ. RAND 2. ആ ആറാണ് റൈബോഫ്ലാവിൻ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. പക്ഷെ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. B2 2 നമ്മൾ മംഗ്ലീഷ് ആക്കുമ്പോൾ RAND ആണ്. RAND R വെച്ച് നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ലെറ്റർ റൈബോഫ്ലാവിൻ വൈറ്റമിൻ B2. തയാമിൻ കിട്ടി, B2 കിട്ടി. B3 നോക്കിക്കേ. B3 എങ്ങനെയാ? 3 എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ. ആ 3 നേരെ തിരിച്ചെഴുതിയാലും ഇങ്ങനെ. അടുത്ത് ഇങ്ങനെ എഴുതി നോക്കിയേ. ഇതാണ് നമ്മുടെ B3. ഇത്രേ ഉള്ളൂ. അത് 3 നമ്മൾ നേരെ തിരിക്കാണ്. ഇങ്ങനെ തിരിച്ചാൽ മതി. 3 ഫോർ ഫോർ നയാസിൻ. വൈറ്റമിൻ B3 നിയാസിൻ, ഇല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. അതൊക്കെ പഠിച്ചിട്ടില്ല, അത് കേപ്പാർക്കിലുണ്ട്. നമ്മൾ ജസ്റ്റ് പേര് പഠിക്കുന്നുള്ളൂ. B3 നിയാസിൻ. 3 വെച്ച് നമ്മൾ 3 തിരിച്ചു, നായാക്കി, നാ വെച്ച് നിയാസിൻ. B5 ആ ഇമേജ് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? B5ന് നോക്കിക്കേ. B5ന് രണ്ടുപേരുടെ താത്താ ഒന്നുമല്ല. ഇവിടെ ഇട്ടേക്ക് നോക്കിയേ. ഷോർട്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ നിക്കറാണ്. ഇവരിട്ടേക്കുന്നത് എന്താ? പാന്റാണ്. അപ്പൊ പണ്ട് നമ്മൾ കണ്ടു വന്നിരുന്ന ഒരു കലാപരിപാടി ഉണ്ട്. ഏകദേശം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഷോർട്സ് ആണ്, അല്ലെങ്കിൽ നിക്കറാണ്, അല്ലെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വസ്ത്രമാണ് അല്ലെ. അപ്പൊ നമുക്ക് പ്രൊമോഷൻ കിട്ടും. നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ നിക്കർ മാറി ഡയറക്റ്റ് നമ്മൾ പാന്റിലേക്ക് മാറും അല്ലെ. പാന്റ് ആണ് B5. പാന്തോത്തനിക് ആസിഡ് ഉണ്ടോ? നിക്കറിന് നമുക്ക് പ്രൊമോഷൻ കിട്ടി, പാന്റായി. ആ പാന്റാണ് പാന്തോത്തനിക് ആസിഡ്. B5ലാണ് മറക്കല്ലേ. പണ്ടോട്ടെ കണ്ടുവരുന്ന 4ാം ക്ലാസ് വരെ നിക്കറാണ്. 4 5ലേക്ക് ജയിക്കുമ്പോഴാണ് പാന്റിലേക്ക് കിട്ടുക. B5 പാന്റ്. ഇതിൽ നിന്ന് പാന്റിലേക്കുള്ള പ്രൊമോഷൻ പാന്തോത്തനിക് ആസിഡ്. B5ന് വേറെ പേരും പറയുന്നുണ്ട്, ആന്റി സ്ട്രെസ് വൈറ്റമിൻ പാന്തോത്തനിക് ആസിഡ്. ഇല്ലെങ്കിൽ വേറെ രീതി പഠിക്കാം. പാന്റ് അല്ലേ, ഈ പാന്റിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാ? പാഞ്ച് എന്നല്ല പറയാ, പാഞ്ച് അല്ലേ. സംസ്കൃതത്തിൽ പാഞ്ച് എന്ന് പറയാം. പാഞ്ച് ഫോർ പാന്തോത്തനിക് ആസിഡ്. അങ്ങനെ ഓർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച നിൽക്കുന്നത് നിന്ന് പാനിലേക്ക് മാറുന്നു പാന്തോത്തനിക് ആസിഡ്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് പഠിച്ചെടുക്കാം. കോഡ് പഠിച്ചാൽ മതി, ഇത് കാണാണ്ട് പഠിക്കരുത്. അടുത്തത് B6. B4 B6 ആണ്. 6 എക്സ് ഉണ്ട്. പിരിഡോക്സിൻ ഒരു എക്സ് ഉണ്ട്. ആ ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് വെച്ച് കണക്ട് ചെയ്യണം, വേറെ വഴിയില്ല. B6 ഒരു എക്സ് ഉണ്ട്. പിരിഡോക്സിൻ വേറൊരു പേരാണ് പിരിഡോക്സിൻ. അതിനകത്തൊരു എക്സ് ഉണ്ട്. എക്സ് വെച്ചിട്ട് ആ ഒരു സൗണ്ട് വെച്ച് കണക്ട് ചെയ്യാം. B6 പിരിഡോക്സിൻ. B7 നോക്കിയേ. B7 രശ്മിക മന്ദാൻ എന്തോ കുടിക്കുന്നുണ്ടല്ലേ. എന്തോ കുടിക്കുന്നത്? 7up അല്ലേ. 7up. B7ന്റെ 7up എങ്ങനെ നമുക്ക് കിട്ടുക? ഇങ്ങനെ കിട്ടുക, ബോട്ടിൽ അല്ലെ. ബോട്ടിൽ ഫോർ ബയോട്ടിൻ അങ്ങനെ കണക്ട് ചെയ്യണം. B7 7up ആണ്. 7up എങ്ങനെ കിട്ടുക? ബോട്ടിലാണ്. അപ്പം B7 ബയോട്ടിൻ. ഈ B7 കേപ്പാർട്ടിൽ പഠിക്കാനല്ല, പക്ഷെ ജസ്റ്റ് ഇപ്പൊ എന്താ ഇത്രയും B1ന്റെ നെയിംസ് പഠിക്കുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ്സ്. അപ്പൊ അത് പഠിക്കുമ്പോൾ ഈ ഒരു സിനോണിം കൂടി പഠിക്കണം. B7 ബയോട്ടിൻ. B7 7up ബോട്ടിൽ കിട്ടും. ബോട്ടിൽ ഫോർ ബയോട്ടിൻ. ബോട്ടിൽ ബയോട്ടിൻ പഠിക്കണം.
B9 അവിടെ ചേച്ചി നിൽക്കുന്നത് പ്രഗ്നന്റ് ആണല്ലേ? പ്രഗ്നന്റ് ലേഡീസിന് അയൺ ഫോളിക് ആസിഡ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? കൊടുക്കും. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോഴോ നിങ്ങൾ JPHനോ അല്ലെങ്കിൽ നിങ്ങൾ JHO പറയും. പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ അയൺ ഫോളിക് ആസിഡ് കൊടുക്കും. വിവ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. അയൺ ഗുളിക കൊടുക്കാറില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കാറുണ്ട്. അതിന്റെ നാഷണൽ പ്രോഗ്രാമാണ് NIPI, നാഷണൽ അയൺ പ്ലസ് ഇനീഷ്യേറ്റീവ്. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കും കൊടുക്കാറുണ്ട് അയൺ ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ആണ് B9 ഫോളിക് ആസിഡ്. ഈ 9 എന്ന് ഉദ്ദേശിക്കുന്നത് 9 മാസം ഗർഭിണിയുടെയാണ് കേട്ടോ. നമ്മൾ ഗർഭിണിയാകുമ്പോൾ 9 മാസം. ആ 9 വെച്ചാണ് നമ്മൾ B9 ഫോളിക് ആസിഡ് എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ പഠിക്കുക. പക്ഷേ B9 9 മാസം ഗർഭിണിയാണ്. ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആ സമയത്ത് അയൺ ആൻഡ് ഫോളിക് ആസിഡ് ആണ്. അപ്പൊ B9 ഫോളിക് ആസിഡ്. ഈ B12 വാർത്തയ്ക്ക് B12 10ാം ക്ലാസ് വരെ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചു. നമ്മളതിന് +1 +2 തൊട്ട് നമുക്ക് കയറുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, ഒരുപാട് സബ്ജക്ട് ഉണ്ട്. നമ്മളവിടെ സയൻസ് എടുത്തു അല്ലേ? സയൻസ് എടുക്കാത്തവർക്ക് DHIC കോഴ്സ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഹെൽത്ത് സർവീസ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഹെൽത്ത് സർവീസ് എഴുതണമെങ്കിൽ +2 സയൻസ് മസ്റ്റ് ആണ് അല്ലേ? ബയോമാക്സ് മസ്റ്റ് ആണ്. അപ്പോൾ സയൻസ് നമ്മൾ +2 എടുക്കും, നമ്മൾ സയൻസ് എടുക്കുന്നു. ഇപ്പൊ സയൻസ് ഫോർ സയൻസ്, സൈനോ കൊബാലുമിൻ. ആ ഒരു സൗണ്ട് വെച്ച് സയൻസ് സൈനോ കൊബാലുമിൻ അടിച്ചില്ലേ? പഠിച്ചു. അത്രേ ഉള്ളൂ. ആ കോഡ് മറന്നു പോകരുത്. പേരൊന്നും കൂടി ഒന്ന് ഓടിച്ചു വിടാം. B1 തയാമിൻ. 1ാം ക്ലാസ്സിലെ കുട്ടിയോട് നമ്മൾ എന്ത് ചോദിച്ചാലും താ എന്ന് പറയും. താ ഫോർ തയാമിൻ. B1 തയാമിൻ. B2 2 മംഗ്ലീഷാക്കുമ്പോ AND ആ 6 വെച്ചത് റൈബോഫ്ലാവിൻ. B3 തിരിക്കുമ്പോ ന ഫോർ നിയാസിൻ. B5 നമുക്ക് പ്രൊമോഷൻ കിട്ടി നിൽക്കുന്നത് പാൻറ്റിലേക്ക്. പാൻറ്റ് ഫോർ പാൻറ്റോത്തനിക് ആസിഡ്. പിന്നെ അത് ആന്റി സ്ട്രെസ് വൈറ്റമിൻ ആണ്. B6 X ഒരു സൗണ്ട് ഉണ്ട്, അത് വെച്ച് നമ്മൾ 6X പിറിഡോക്സിൻ സൗണ്ട് വെച്ച് പിടിക്കണം. B7 7up ബോട്ടിൽ കിട്ടും ബയോട്ടിൻ. B9 പ്രഗ്നന്റ് ലേഡീസ് 9 മന്ത് ആണ്. അവിടെ ഫോളിക് ആസിഡ് കൊടുക്കുക. ഫോളിക് ആസിഡ് കൊടുക്കും. ഫോളിക് ആസിഡ്. B12 സയൻസ് എടുക്കണം. സൈനോ കൊബാലുമിൻ. ഓക്കെ, താങ്ക് യു.